സോങ് ഓഫ് എ ഡ്രീം ബൈ സരോജിനി നായിഡു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോൾസ്റ്റോയ് ഫാം റിട്ടൺ ബൈ മഹാത്മാ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം, അതാണ് ടോൾസ്റ്റോയ് ഫാം എന്ന രീതിയിൽ നമുക്ക് പഠിക്കുവാനായിട്ട് നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗവും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ തുടങ്ങിയ ഒരു ഫാം, അതാണ് ടോൾസ്റ്റോയ് ഫാം എന്ന പേരിൽ അദ്ദേഹം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ സഹായിക്കാനായിട്ട് മിസ്റ്റർ കാലൻബാക്ക്, ബഗ്ജി ദേശായി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ടോൾസ്റ്റോയ് ഫാം എന്ന പേര് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ നൽകാനുള്ള കാരണം തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ടോൾസ്റ്റോയ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ബുക്കുകൾ വായിച്ച് അദ്ദേഹത്തിനോട് തോന്നിയ ഒരു ആരാധന തന്നെയാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്ത ഈ ഒരു, അതായത് അവിടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന് ടോൾസ്റ്റോയ് ഫാം എന്ന രീതിയിൽ പേര് നൽകിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠഭാഗത്തിലേക്ക് നോക്കാം. Tolstoy farm was a community of Indians started by Gandhiji in Transvaal, South Africa in 1910. അപ്പൊ 1910 ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ എന്ന സ്ഥലത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മഹാത്മാ ഗാന്ധി തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് പറയുന്നത് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. It became the headquarters of the campaign of Satyagraha, non-violence. അപ്പൊ നോൺ വയലൻസ് അല്ലെങ്കിൽ സത്യാഗ്രഹയുടെ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് ഇത് അവിടെ ആരംഭിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മഹാത്മാഗാന്ധിജി മുറുകെ പിടിച്ച രണ്ട് ആദർശങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് ലോകത്തിന് നൽകിയ ഒരു ആദർശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടേം തന്നെയാണ് എന്താ സത്യാഗ്രഹ, നോൺ വയലൻസ് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴെല്ലാം അഹിംസ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് നടത്തിയത്, അല്ലെ? അതും ബ്രിട്ടീഷുകാരെ പോലെയുള്ള വളരെ എന്താണ് ശക്തരായിട്ടുള്ള ഒരു പ്രതിയോഗികളെ നേരിടുമ്പോൾ ഒരു തരത്തിലുള്ള ആക്രമണത്തിനും മുതിരാതെ ശാന്തം അല്ലെങ്കിൽ സമാധാനം തന്നെ അഹിംസ എന്നത് മുറുകെ പിടിച്ചുകൊണ്ട് മുൻപന്തിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. The farm 21 miles away from Johannesburg had been bought by Herman Kallenbach, one of Gandhiji's supporters. അപ്പോ ജോഹന്നാസ്ബർഗിൽ നിന്ന് 21 മൈൽ അകലെയായിട്ടായിരുന്നു ഈ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ഉള്ളിലേക്ക് തന്നെയായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. ആരോടൊപ്പം? നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേരാണ്, had been bought by Herman Kallenbach, one of Gandhiji's സപ്പോർട്ട്, ഗാന്ധിജിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് കമ്പാനിയൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയാണ് ഹെർമൻ കാലൻബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെയാണ്. ബോത്ത് കാലൻബാക്ക് ആൻഡ് ഗാന്ധിജി were highly impressed by Tolstoy's writing. ഈ രണ്ട് പേരും, ഗാന്ധിജിയും കാലൻബാക്കും, ടോൾസ്റ്റോയിയുടെ രചനകളിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, താല്പര്യപ്പെട്ടിരുന്നവരാണ്. So they decided to name the farm after Tolstoy. The inmates of the farm were schooled by Gandhiji himself. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേര് അവിടെ നിർദ്ദേശിക്കുന്നത്. ഗാന്ധി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്നവർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എല്ലാം മുൻപിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. As the farm grew, it was found necessary to make some provision for the education of its boys and girls. There were among these Hindu, Musliman, Parsi and Christian boys and some Hindu girls. അപ്പോ as the farm grew, ഫാമിന്റെ ഒരു വളർച്ച എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ വളർച്ചയ്ക്കൊത്ത it was found necessary to make some provision for the education of its boys and girls. തീർച്ചയായിട്ടും എന്താണ് ഒരു ഫാമിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വ്യവസ്ഥകൾ. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ വ്യവസ്ഥകൾ. ഓക്കെ, അപ്പോഴാ തീർച്ചയായിട്ടും ഒരു ഫാമിന്റെ വളർച്ചയ്ക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എല്ലാം എന്താണ് ആ ഒരു ലൈഫ് സെറ്റിലും അല്ലെങ്കിൽ എന്താണ് ജീവിത രീതികൾക്കൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വ്യവസ്ഥകൾ തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. നമ്മൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു സ്ഥാപനം ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാം എന്തുണ്ടാ, നമുക്ക് ഓരോ വ്യവസ്ഥകൾ ഉണ്ടായി, അല്ലെ? അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻപിലേക്ക് പോകുന്നത്.
അല്ലാതെ നമ്മൾ തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാറില്ല, ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആലോചിച്ച് അത് ഏത് രീതിയിലായിരിക്കണം എന്നൊരു രൂപരേഖ തയ്യാറാക്കിയ ശേഷം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളാ ചെയ്യുന്നത്. ഇവിടെയും ഗാന്ധിജി പറയുന്നത് തന്നെയാണ് എന്താ, as a farm view it was found necessary to make some provision for the education of its boys and girls. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ചില വ്യവസ്ഥകൾ വേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. There were among these Hindu, Musliman, Parsi and Christian boys and some Hindu girls. അപ്പൊ അവിടെ എന്താണ്, ഹിന്ദു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൺകുട്ടികൾ, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൺകുട്ടികൾ, ഇസ്ലാം മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൺകുട്ടികൾ, അതുപോലെ തന്നെ പാഴ്സി മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൺകുട്ടികൾ, അല്ലെ? അപ്പൊ ഈ 4 മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ആൺകുട്ടികളും എവിടെ ഉണ്ടായിരുന്നു, ടോൾസ്റ്റോയി ഫാമില ഉണ്ടായിരുന്നു. ഹിന്ദു, മുസൽമാൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ ബോയ്സ് ആൻഡ് സം ഹിന്ദു ഗേൾസ്. അതിനോടൊപ്പം തന്നെ എന്താണ്, ഹിന്ദു മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏതാനും പെൺകുട്ടികളും ഈ ടോൾസ്റ്റോയി ഫാമില ഉണ്ടായിരുന്നു. സോ എന്താണ് നമ്മൾ പറഞ്ഞത്, ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയി ഫാം വെയർ, നമ്മൾ പറഞ്ഞതൊക്കെയാണ് ആ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൺകുട്ടികളും അതുപോലെ എന്താണ് കുറച്ച് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. It was not possible and I did not think it necessary. അപ്പോ it was not possible, ഒരു പരിധിവരെ എന്തല്ല, അതത്ര പോസിബിൾ ആയതല്ല, അത്ര സാധ്യമാകുന്നതല്ല. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി, അത് മാത്രവുമല്ല അത് അത്ര നെസസറി ആണെന്ന്, ആവശ്യമുള്ളതാണെന്ന് എനിക്കൊട്ട് തോന്നിയതുമില്ല. ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം, എന്താണ് തോന്നിയില്ല എന്ന് പറഞ്ഞത്, അവർക്ക് സ്പെഷ്യൽ ടീച്ചേഴ്സ്, അതായത് ഓരോന്നിനെയും പഠിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങളിലും എന്താണ് പ്രാവീണ്യം നേടിയ കുട്ടികൾ അല്ലെങ്കിൽ സോറി അധ്യാപകർ വേണമെന്ന് എനിക്കൊട്ട തോന്നിയിരുന്നതുമില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വെയർ സ്കേർട്സ്, അല്ലെ? അപ്പൊ അതിന്റെ കാരണം എന്താണ്, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും എന്താണ് വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സിനെ ആ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ സ്കേർട്സ് എന്ന് പറയുമ്പോൾ വിരളമായിരുന്നു, അതായത് വളരെ കുറവായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, ആ ഒരു അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണ്, അവിടെ ആ ദക്ഷിണാഫ്രിക്കയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകര ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വിരളമായിരുന്നു എന്ന് തന്നെ പറയാം. And even when available, none would be ready to go to the place 21 miles distant from Johannesburg on a small salary. ഇനി അഥവാ അങ്ങനെയല്ല, എന്താണ് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, അവരാരും എന്തിന് തയ്യാറുമാവുകയില്ല ജോഹന്നാസ്ബർഗിൽ നിന്നും ഇത്രയും അകലെയുള്ള 21 മൈൽ അകലെയുള്ള ഇവിടെ വന്ന വളരെ തുച്ഛമായിട്ടുള്ള സാലറിയില പഠിപ്പിക്കാനായിട്ട് അവരാരും തയ്യാറും ആകുമായിരുന്നില്ല. 21 miles distant from Johannesburg on a small salary. Also, we were certainly not overflowing with the money. അപ്പൊ എന്താണ്, ഞങ്ങളുടെ കയ്യിൽ അതിനു വേണ്ടിയുള്ള പണവും ഉണ്ടായിരുന്നു. ഓവർഫ്ലോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, കവിഞ്ഞൊഴുകുക, അതിനാണ് നമ്മൾ ഓവർഫ്ലോയിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ തുച്ഛമായ ശമ്പളത്തിന് ആളുകൾ എന്ത് ചെയ്യുമായിരുന്നില്ല, അധ്യാപകർ വന്ന് പഠിപ്പിക്കുവാൻ തയ്യാറാകുകയില്ലായിരുന്നു. അത് മാത്രവുമല്ല, ഞങ്ങളുടെ കയ്യിൽ എന്തിനുള്ള ശേഷിയുമില്ലായിരുന്നു, അത്രത്തോളം പണം അങ്ങനെ വാരി വിതറാനായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം പണം കൊടുക്കാൻ ഞങ്ങൾക്ക് ശേഷിയും ഉണ്ടായിരുന്നില്ല. Also, we were certainly not overflowing with money, and I didn't think it necessary to import teachers from outside the farm. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു അത്യാവശ്യമായി തോന്നിയില്ല എന്താ, ഫാമിന് വെളിയിൽ നിന്ന് അധ്യാപകരെ ഇമ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല. I don't believe in the existing system of education, and I had a mind to find out by experience and experiment the true system. അത് മാത്രമല്ല, എന്താണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്, വിദ്യാഭ്യാസ നയത്തില് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ രീതി എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച എന്താണ്, ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് ദ ട്രൂ സിസ്റ്റം. അതായത് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക, ജീവിതത്തില് പരീക്ഷണം നടത്തി വിജയിക്കുക, അതിലെന്ത് ചെയ്യുക, വിജയിച്ചാൽ വിജയിക്കുക എന്നുള്ളതാണ് ശരിയായ സിസ്റ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്,
എക്സ്പെരിമെന്റ്. എന്തിന്റെ എക്സ്പെരിമെന്റ്? അതായത് എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് ജീവിതത്തില് പരീക്ഷണം നടത്തുക, എക്സ്പെരിമെന്റ് നടത്തുക എന്നതാണ് ട്രൂ സിസ്റ്റം എന്നാണ് മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടത്. Only this much I knew that under ideal conditions true education could be imparted only by the parents. അവിടെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്ന എവിടെ നിന്നാണ്? പേരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്. എന്ത് ചെയ്യുന്നു? ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ട അടിസ്ഥാന വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അവരിൽ തന്നെ ലഭിക്കും. തീർച്ചയാണത്. And that then there should be the minimum of outside help. കുറച്ച് കാര്യങ്ങൾ എന്താ? പുറത്ത് outside help. That Tolstoy form was a family in which I occupied the place of the father, and that I should so far as possible shoulder the responsibility for the training of the young. അപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കുടുംബമായിരുന്നു, ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്? അവരുടെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിലകൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പോൾ ടോൾസ്റ്റോയ് ഫാമില് എന്താണ്? ഒരു കുടുംബം തന്നെയായിരുന്നു അത് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് എന്താണ്? അവരുടെ അച്ഛൻ എന്ന രീതിയിൽ, അതായത് അവരുടെ എന്താണ് ഊണിലും ഉറക്കത്തിലും എല്ലാം, അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നയിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് എല്ലാം ഏറ്റെടുത്ത ആരാണ്? മഹാത്മാ ഗാന്ധിജി ആയിരുന്നു. I occupied the place of the father, and that I should so far as possible shoulder the responsibility for the training of the young. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകേണ്ടതിന്റെ ചുമതല, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഏറ്റെടുക്കുവാനും അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. The conception no doubt was not without its flaws. അവിടെ കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരണ. അതിന്റെ ആ ഒരു ധാരണ, the conception no doubt was not without its flaws. Flaws എന്ന് പറയുമ്പോൾ എന്താണ്? വൈകല്യങ്ങൾ. അതിനെല്ലാം അതിന്റേതായിട്ടുള്ള എന്താണ്? ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയാണ്. All the young people had not been with us since their childhood. They had been brought up in different conditions and environment, and they did not belong to the same religion. അല്ലെ? അപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? അവിടെയുള്ള ഒരു കുട്ടികൾ പോലും എന്തല്ല സെയിം ഏജിൽ അവിടെ വന്നവരല്ല. അവിടെയുള്ള ഓരോ കുട്ടികളും പല പല ഏജിലുള്ളവരാണ്, അല്ലെ? അപ്പൊ ഈ പല പ്രായത്തിൽ അല്ലെ പല പ്രായത്തിലുള്ളവരായതുകൊണ്ട് തന്നെ ഈ ഓരോരുത്തരുടെയും എന്താണ് മാനസികാവസ്ഥ പലതായിരിക്കും. ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യണമെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം അവരാരും എന്തല്ല സമപ്രായക്കാരല്ല, പല പല ഏജുകളിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവരെല്ലാം വന്ന ചുറ്റുപാടുകളും വ്യത്യസ്തമായിരുന്നു. ആ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസ് ആ ഒരു സാഹചര്യം പോലും എന്താണ് വ്യത്യസ്തമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? മതവിഭാഗങ്ങൾ. ഇവർ ഓരോരുത്തരും പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആൻഡ് പാഴ്സി, ഈ 4 മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ടോൾസ്റ്റോയ് ഫാമിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഓരോ മതവിഭാഗങ്ങളിലും എന്താണ് അവരുടെ ഓരോ ആചാരങ്ങളായിരിക്കും, ഓരോ അനുഷ്ഠാനങ്ങളായിരിക്കും, ഓരോ രീതികളായിരിക്കും, അല്ലെ? അപ്പൊ ഇവരെയെല്ലാം എന്ത് ചെയ്യുക? വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ എന്താണ് സങ്കീർണമായിട്ടുള്ള ഒന്ന് ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. Environment, and they did not belong to the same religion. How could I do full justice to the young people thus circumstance, even if I assume the place of pater families? അപ്പോൾ എന്തെങ്കിലും pater families എന്ന് പറയുമ്പോൾ കാരണവർ എന്നാണ്. pater families ആ കുടുംബത്തിന് എന്താണ് എല്ലാത്തിന്റെയും കാരണവർ എന്ന രീതിയിൽ. അപ്പോഴാ ഇതെല്ലാം ആയതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് തുല്യമായ നീതി ഇല്ല, ജസ്റ്റിസ് നൽകുക എന്നുള്ളത് വളരെയധികം എന്താണ് പ്രയാസമുള്ള, അല്ലെങ്കിൽ എന്നാൽ പോലും എന്താണ് അവിടെ കൃത്യമായിട്ട് ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഇംപ്ലിമെന്റ് ചെയ്ത് മുൻപിലേക്ക് കൊണ്ടുപോവുക, അല്ലെ? ഉള്ളവർക്ക് എന്ത് ചെയ്യണം? കൃത്യമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം, അവർക്ക് തൊഴിലിന് വേണ്ട നൈപുണ്യം ഉണ്ടായിരിക്കണം, അവരുടെ പഠന കാര്യങ്ങൾ എങ്ങനെയാണോ അതെല്ലാം മുൻപിലേക്ക് പോകണം. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുക എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കണം, അല്ലെ? But I had always given the first place to the culture of the heart of the building of character, and as I felt confident that moral training could be given to all alike, no matter how different their ages and their upbringing, I desired to live among us them all the 24 hours of the day as their father. അപ്പോഴെന്താണ് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നൽകിയത് എന്തിനു തന്നെയാണ്? അവരുടെ ഹൃദയ സംസ്കരണത്തിനാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ
ക്യാരക്ടർ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ എന്ത് ചെയ്യുക, നല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ബിൽഡ് ചെയ്യുക, അടിത്തറ പാകി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടന്റ് എന്നാണ് മഹാത്മാഗാന്ധിജി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, അല്ലെങ്കിൽ 24 മണിക്കൂറും ആ ഓരോ ദിവസത്തെയും മുഴുവൻ സമയവും കുട്ടികൾക്കിടയിൽ തന്നെ കഴിയുവാനായിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ അവരുടെ പിതാവ് അവരുടെ അച്ഛൻ എന്ന രീതിയിൽ മുൻപിലേക്ക് പോകാൻ ആര് തീരുമാനിച്ചു? മഹാത്മാഗാന്ധി തീരുമാനിച്ചു. കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓരോന്നിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും പ്രയോറിറ്റി എന്തിനായിരിക്കണം? ക്യാരക്ടർ ബിൽഡിംഗ് അല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളത് അല്ലെ. ഓൾവേസ് ഗിവൺ ദ ഫസ്റ്റ് പ്ലേസ് ദ കൾച്ചർ ഓഫ് ദ ഹോട്ട്. Then I regarded character building as a proper foundation for their education. അപ്പൊ എഡ്യൂക്കേഷൻ എല്ലാം ഫൗണ്ടേഷൻ അടിത്തറ എന്തായിരിക്കണം? ക്യാരക്ടർ ബിൽഡിംഗ് ആയിരിക്കണം. അതായത് എന്താണ്? സ്വഭാവം തന്നെ ആയിരിക്കണം. Educated, and if the foundation was firmly laid, I was sure that the children could learn all the other things themselves or with the assistance of friends. So I was sure that the children could learn all the other things. അതായത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് കുട്ടികൾ എങ്ങനെ പഠിക്കണം? അവരുടെ സമപ്രായക്കാരുമായി നിന്നുകൊണ്ട് അവരുടെ ചുറ്റും നിൽക്കുന്നവരിൽ എന്ത് ചെയ്യുക, അതിനെ മൂണ്ടിതെടുക്കുക. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കുവാൻ അല്ലെ. themselves or with the assistance of friends. അല്ലെ, assistance എന്ന് പറയുമ്പോൾ എന്താണ്? സഹായം. ആരുടെ? കൂട്ടുകാരുടെ സഹായം. But as I fully appreciated the necessity of a literary training in addition, I started some classes with the help of Mr. Kallenbach and Sir Belji Desai. അപ്പോ ക്യാരക്ടർ ബിൽഡിംഗ് മാത്രം മതിയോ? പോരാ. ക്യാരക്ടർ ബിൽഡിങ്ങിനോടൊപ്പം എന്തുണ്ടായിരിക്കണം? ലിറ്ററേച്ചർ അല്ലെ. അപ്പോ ഈ ക്യാരക്ടർ ബിൽഡിങ്ങിനോടൊപ്പം തന്നെ എന്തിനും പ്രാധാന്യം നൽകണമെന്ന സാഹിത്യത്തിന് അല്ലെ. ചില ബുക്ക് ലിറ്ററേച്ചറിനും ഇമ്പോർട്ടന്റ് കൊടുക്കണം. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, മിസ്റ്റർ കാലൻബാഗിന്റെയും പ്രജി ദേശായിയുടെയും സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പോടുകൂടി ഗാന്ധി എന്തുകൂടി ആരംഭിച്ചു? ഇവർക്ക് ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളതും ആരംഭിച്ചു. അതായത് ലിറ്ററേച്ചർ സ്റ്റഡീസ് കൂടി ഇതിനോടൊപ്പം കടന്നുപോയി. No, did I underrate the building up of the body എന്ന് വെച്ചെന്താണ്? ആരോഗ്യകാര്യത്തില, ബോഡി ബിൽഡിങ്ങില, വ്യായാമത്തിലും ഞാൻ എന്തിലായിരുന്നില്ല, പുറകോട്ട് പോയിരുന്നില്ല. അതും അവർക്ക് പ്രൊവൈഡ് ചെയ്തു. This they got in the course of their daily routine. എന്തായിരുന്നു? തീർച്ചയായിട്ടും അവരുടെ ഡെയിലി റൊട്ടീൻ, പതിവായിട്ടുള്ള ആ റൊട്ടീനിൽ ചെയ്യുന്ന കാര്യത്തിനകത്ത് അതും ഉൾപ്പെടുത്തിയിരുന്നു. For there were no servants on the farm and all the work from cooking down to scavenging was done by the inmates. എന്ന് പറയുമ്പോൾ എന്താണ്? കുക്കിംഗ്, അതുപോലെ അതായത് പാചകം തൊട്ട് വൃത്തിയാക്കൽ വരെ, കഴുകൽ വരെ എല്ലാം ചെയ്തിരുന്ന ആര് തന്നെയാണ്? ഇൻമേറ്റ്സ് തന്നെയാണ്. ടോൾസ്റ്റോയ് ഫാമിലുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവർ തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്? കുക്കിംഗ് തൊട്ട് വൃത്തിയാക്കൽ വരെ, കഴുകൽ വരെ, സ്കാവഞ്ചിങ് പോലുള്ള കാര്യങ്ങൾ വരെ ആരാണ് ചെയ്തിരുന്നത്? പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഈ ടോൾസ്റ്റോയ് ഫാമിലി ഇൻമേറ്റ്സ് തന്നെയാണ്. അല്ല, അതിനൊന്നും പ്രത്യേകം ജോലിക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെയ്യേണ്ട ആര് തന്നെയാണ്? അവിടെയുള്ള ഇൻമേറ്റ്സ്, ടോൾസ്റ്റോയ് ഫാമിലുള്ള ആളുകൾ തന്നെയായിരുന്നു, അന്തേവാസികൾ തന്നെയായിരുന്നു. There were many fruit trees to be looked after and enough gardening to be done as well. Mr. Kallenbach was fond of gardening and had gained some experience of this work in one of the governmental model gardens. അപ്പോ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ട്രീസ് ഉണ്ടായിരുന്നു. ഇവിടെ ടോൾസ്റ്റോയ് ഫാമില് നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി ആരാണ്? മിസ്റ്റർ കാലൻബാഗ്. മിസ്റ്റർ കാലൻബാഗ് എന്തായിരുന്നു? ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽ ആയിരുന്നു. ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഈ ഗവൺമെന്റൽ ഗാർഡനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നാൾ ആര് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു? മിസ്റ്റർ കാലൻബാഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തില്, ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു? വളരെ നല്ല ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ നല്ല ഫലവർഗ്ഗങ്ങളെ വിളയുന്ന ഒരു തോട്ടം ഈ ടോൾസ്റ്റോയ് ഫാമില് ഉണ്ടായിരുന്നു. It was obligatory on all, young and old, who were not engaged in the kitchen to give some time to gardening. അപ്പോ അവിടെ ചെറുപ്പമെന്നോ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയെന്നോ എത്ര പ്രായമുള്ള വ്യക്തിയെന്നോ ഒരു തരത്തിലുള്ള ഒന്നും പറയും പക്ഷപാതം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അവസ്ഥ പോലും കൊടുക്കാതെ എന്താണ് ഓരോരുത്തരും ജോലി
ചെയ്യണമായിരുന്നു. എവിടെ? ഗാർഡനിങ്ങിൽ. എസ്പെഷ്യലി ആര്? കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കാത്തവര് തീർച്ചയായിട്ടും ഈ പറമ്പിലിറങ്ങി എന്താണ് ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു അവിടുത്തെ ആ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു അനുസരണ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം അത് കൃത്യമായി അനുസരിക്കേണ്ടത് തന്നെയായിരുന്നു. എന്താ? കുക്കിങ്ങുമായിട്ട് നിലകൊള്ളാത്തവരാ തീർച്ചയായിട്ടും എല്ലാ ദിവസവും എവിടെ വന്നിരിക്കണം? ഗാർഡനിങ്ങിൽ ഇറങ്ങി അവിടെയുള്ള കുറച്ച് ജോലികൾ ചെയ്തിരിക്കണം. അതിനൊരു പ്രായക്കാർക്ക് വിളവുണ്ടായിരുന്നില്ല. കുട്ടി മുതൽ എത്ര പ്രായമുള്ള വ്യക്തിയായാൽ പോലും എന്ത് ചെയ്തിരിക്കണം? ഈ പറമ്പിലെ ഈ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരിക്കണം. The children had the lion's share of the works. അപ്പൊ ഈ ജോലിയുടെ സിംഹഭാഗവും, ലയൺ ഷെയർ എന്ന് പറയുമ്പോൾ സിംഹഭാഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭാഗവും, അതായത് ഒരു പരിധി വരെ ഇതിന്റെ മിക്ക ഭാഗവും സിംഹഭാഗവും ചെയ്തിരുന്ന ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയായിരുന്നു. Which included digging pits, felling timber and lifting loads. അതായത് ചെയ്യുന്ന ജോലികൾ പറഞ്ഞിരിക്കുകയാണ്. digging pits, ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കുക, ഫെല്ലിംഗ് ടിമ്പർ, തടിയും മറ്റും ചോപ്പ് ചെയ്തെടുക്കുക, ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ് മറ്റും ചെയ്യുക, സാധനങ്ങൾ അവിടെ ഇവിടെ കൊണ്ടെത്തിക്കുക തുടങ്ങിയ ഓരോ ജോലിയും, മണ്ണുകളും മറ്റും മാറ്റി കൊണ്ടിടുന്ന തുടങ്ങിയ ഓരോ ജോലികളും മിക്കതും അതിന്റെ സിംഹഭാഗവും ചെയ്തിരുന്ന ആര് തന്നെയായിരുന്നു? കുട്ടികൾ തന്നെയായിരുന്നു. They took delight in their work and so they did not generally need any other exercise or game. ഇതെല്ലാം അവർ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഗെയിംസിന്റെയോ അല്ലെങ്കിൽ ചില കായിക തരത്തിലുള്ള അഭ്യാസങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Of course some of them, തീർച്ചയായിട്ടും ചില കുട്ടികൾ, and sometimes all them, ചില സമയങ്ങളിൽ എല്ലാവരും, അല്ലെ തീർച്ചയായിട്ടും കുറച്ചുപേർ. എന്നിട്ട് പറഞ്ഞ എന്താണ് അദ്ദേഹം? തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ എന്താണ് അവിടെയുള്ള മുഴുവൻ കുട്ടികളും മാലിംഗേറ്റ് ആൻഡ് സ്ട്രിക്കേഡ്, ചെറുതായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വികൃതിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ചില കുരുത്തക്കേടുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ചാണ്. ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ആരംഭിച്ച, അതായത് ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി, എവിടെയുള്ള ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഒരു ഫാം ആണെന്ന് പറയുന്നത് ഈ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ എന്താണ് സ്പെഷ്യൽ ടീച്ചേഴ്സും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്ന ആര് തന്നെയാണ്? മഹാത്മാഗാന്ധി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹെൽപ്പേഴ്സ് ആയിട്ട് ആരൊക്കെ? മിസ്റ്റർ കാലൻബാക്കും അതുപോലെ പർജി ദേശായും ഉണ്ടായിരുന്നു. ലിറ്ററേച്ചർ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാന ഏറ്റവും ഫസ്റ്റ് ലക്ഷ്യം എന്തായിരുന്നു? ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു. അതിനോടൊപ്പം ഗാർഡനിങ്, അല്ലെ, ഇപ്പൊ വ്യായാമം തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്കും ആര് പ്രാധാന്യം നൽകിയിരുന്നു? മഹാത്മാഗാന്ധി ഈ ടോൾസ്റ്റോയ് ഫാമിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെ, ഇനി 2-3 പാരഗ്രാഫുകൾ കൂടിയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിനകത്ത് വരുമ്പോൾ എന്താണ് ബാക്കിയുള്ള അതായത് എന്തൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് എന്നും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും എന്തായാലും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക? പാഠഭാഗം വായിച്ച് നോക്കുക. ന്യൂ വേർഡ്സ് ഉണ്ട്, ആ ന്യൂ വേർഡ്സ് എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക കൂടി വേണം. ഓക്കെ, അപ്പൊ ബാക്കി എന്താണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോട്ടും അതുപോലെ തന്നെ ഈ ചാപ്റ്ററും കൂടി നമ്മൾ ബാക്കിയും കൂടി നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, എപ്പോഴാ?